ഹലോ. ഇന്ന് നടന്ന RRB ഗ്രൂപ്പ് ടി എക്സാമിൻ്റെ ഓവറോൾ റിവ്യൂ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ റീസണിങ്ങിൽ 30 ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ തന്നെ ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ മോക്ക് എടുക്കുകയാണെങ്കിൽ അധികം കണ്ടുവരുന്ന ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസും ഇപ്പം ഓരോ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സും നമ്പർ എല്ലാം മിക്സഡായിട്ട് തന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന ഈവൻ നമ്പർ പ്രിസൈഡ് ബൈ ഓഡ് നമ്പർ അങ്ങനത്തെ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. ആൻഡ് 30 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുവാണെങ്കിൽ ഒരു ഡയറക്ഷൻ 2 ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് പോലെ ഉള്ളതായിരുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ അത്യാവശ്യം നല്ല റഫ് വാല്യൂസും അത്യാവശ്യം സ്റ്റെപ്സും ഉള്ള 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 ഡയറക്ഷനും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഒരു ഓഡ് വൺ ഔട്ടിൻ്റെ ഒരു ആൽഫബറ്റിൻ്റെ ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നി. ബാക്കി 30 ക്വസ്റ്റ്യനും റീസണിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലീനിയർ അറേഞ്ച്മെൻറ്റും ഒരു ക്വസ്റ്റ്യൻ, ഒരു ഫ്ലോർ പസിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് മാത്സ് പറയുകയാണെങ്കിലും 25 ക്വസ്റ്റ്യനിൽ ഒരു കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 20 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മെൻസുറേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഒരു ക്യൂബോയിഡിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആകുവാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയയ്ക്ക് എന്ത് ചേഞ്ച് വരും, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. ടൈം എടുക്കുന്നതായിട്ട് ഒരു റഫ് വാല്യൂസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. വാല്യൂസ് കുറച്ച് റഫായിരുന്നു. സിംപ്ലിഫിക്കേഷനും ഫ്രാക്ഷൻസ് വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് ടൈം എടുക്കുന്ന പോലെ തോന്നി. പിന്നെ ജോമെട്രിയിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ്സ് മാത്രം തന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം എടുക്കുന്ന ഒരു ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ക്വസ്റ്റ്യൻസും അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കി ചെയ്യാൻ പറ്റും. ഭയങ്കര ടഫ് ലെവൽ എന്ന് പറയാൻ ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആയിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊരു ഡിസ്കൗണ്ട്, ഫ്രീ ഐറ്റംസ് കൊടുക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സയൻസ് പറയുകയാണെങ്കിൽ കൂടുതലും എൻ്റെ ഷിഫ്റ്റിൽ ബയോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. അതിൽ തന്നെ ഫിസിയോളജി, പ്ലാന്റ് മോർഫോളജി ആയിരുന്നു കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോളൻഗേമ, സ്ക്ലീറൻഗേമ അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം. സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഹ്യൂമൻ ഫിസിയോളജി പറയുകയാണെങ്കിൽ ക്രോമസോംസിൻ്റെ നമ്പർ, ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമിനേഷനിൽ ക്രോമസോം നമ്പറിൻ്റെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫിസിക്സ് പറയുവാണെങ്കിൽ പ്രോബ്ലംസ് ഫിസിക്സ് പറയുവാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ 4 വാല്യൂസ് ഉള്ള റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇക്വലൻസ് കണ്ടുപിടിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് F=ma, ഇപ്പോൾ ആക്സലറേഷൻ ഫോഴ്സിന് ചേഞ്ച് വന്നാൽ ആക്സലറേഷൻ എന്ത് ചേഞ്ച് വരും. പിന്നെ റെസിസ്റ്റൻസ് ഇപ്പം ലെങ്ത് ഡബിളായി, ലെങ്ത് L/2 ആയി, ഏരിയ ഡബിളായി, അപ്പോൾ റെസിസ്റ്റൻസ് അത് ചേഞ്ച് വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലം മാഗ്നിഫിക്കേഷൻ്റെ ലെൻസിൻ്റെ പ്രോബ്ലം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫിസിക്സ് പ്രോബ്ലംസ് ഇങ്ങനെ ഇക്വേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഓവറോൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. പിന്നെ കെമിസ്ട്രി പറയുവാണെങ്കിൽ റിയാക്ഷൻസിൽ നിന്ന് ഒരു ജിപ്സം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം ആവുന്ന ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ടർമറിക് ഒരു ഇൻഡിക്കേറ്ററാണ്, അതുപോലെ ഫിനോഫ്തലിൻ ആസിഡ് ടു ബേസ് ആകുമ്പോൾ ഇന്ന കളർ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്രയാണ് ഓർമ്മയുള്ള ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി, ബയോളജി ആയിരുന്നു കൂടുതലും ക്വസ്റ്റ്യൻസ്. സയൻസിൽ നിന്ന് വന്നത് ബയോളജി ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ക്രോമസോമിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പം മദറിൻ്റെ ക്രോമസോംസ് ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമിനേഷന് എത്ര പെർസെൻറ്റേജ് വരുന്നു എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. കൂടുതലും ബയോളജി ആയിരുന്ന ക്വസ്റ്റ്യൻസ്
ഉള്ളത്. ഇനി CA പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള CA ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മേ ബി എക്സാം ഇത്രയും ഷിഫ്റ്റ് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം 20 ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർ തന്നെയായിരുന്നു. അത് ഓൾറെഡി നമ്മൾ ആ ട്രെൻഡ് അത്യാവശ്യം എല്ലാവരും റിവ്യൂവിൽ പറഞ്ഞതാണ്, 20 ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർ മാത്രമാണെന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓർമ്മയുള്ള ക്വസ്റ്റ്യൻസ് പറയുവാണെങ്കിൽ ഇപ്പോൾ നീരജ് ചോപ്രയുടെ ഒരു ജാവലിൻ ത്രോ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 80 സംതിങ് ആയിരുന്നു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോയിൻമെൻറ്റ്സ് PM-ൻ്റെ അഡ്വൈസറി എക്കണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡയറക്റ്റ് ഇൻഡെക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. പക്ഷേ വിച്ച് കൺട്രിയാണ് ടോപ്പായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഫിൻലൻഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സ്കീംസ് ഉണ്ടായിരുന്നു. സ്കീംസിൻ്റെ ബഡ്ജറ്റ് തന്നിട്ട് ഇത് ഏത് സ്കീമാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് വഴിയാണെന്നുള്ള 2 സ്കീം ബേസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ നല്ല ഡീപ്പായിട്ടാണ് ചോദിച്ചത് അത്യാവശ്യം. പിന്നെ ഒരു സ്പോർട്സിൽ നിന്ന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. സ്പോർട്സിൽ നിന്ന് ഒരു പാരാ അത്ലറ്റിൽ ഒരു പ്ലെയറിൻ്റെ നെയിം തന്നിട്ട് ഏത് ഐറ്റം ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഓർമ്മയുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കറണ്ട് അഫെയർ മാത്രം കുറച്ച് ഡീപ്പായിട്ട് തോന്നി. സയൻസ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിച്ചാൽ ബാക്കി ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു 70+ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഷിഫ്റ്റായിരുന്നു. കറണ്ട് അഫെയർ മാത്രമാണ് കുറച്ച് ഡീപ്പായിട്ട് തോന്നിയത്. സോ ഇനി വരുന്ന എക്സാംസിന് കറണ്ട് അഫെയർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് തന്നെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കി ബേസിക്സ് ബാക്കി കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിലും അങ്ങനെ നോക്കേണ്ടി വരും. ബാക്കി റീസണിങ് മാത്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 കൂടെ കൂട്ടി ഒരു 7 ക്വസ്റ്റ്യൻസ് ടൈം കൺസ്യൂമിങ് ആയാലും ബാക്കി എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ കറണ്ട് അഫെയർ ശരിക്കും ടഫായിരുന്നു. മീൻസ് അത്രയും ഡീപ്പായിട്ടാണ് ചോദിച്ചത്. ഡയറക്റ്റ് ഇൻഡെക്സോ അപ്പോയിൻമെൻറ്റോ എക്സസൈസോ അങ്ങനെയൊന്നും ചോദിച്ചില്ല. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സോ എന്തായാലും ഒരു 70+ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റായിരുന്നു.